നമസ്കാരം ഗൈസ്. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമയം 3-ാം മൂട് കോർപ്പറേഷൻ പരിധിക്കകത്ത് നമുക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായ ഒരു 2 നില വീടാണ് നമുക്ക് ഇന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വീതിയുള്ള നല്ല മനോഹരമായ ഒരു വീടാണ്. നല്ല കിടിലം എലിവേഷനും കാര്യങ്ങളും ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. ഇവിടെ തൊട്ടാൽ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു വീടൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല വീതിയുള്ള വിശാലമേറിയ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ക നമുക്ക് ലോറി സൈറ്റ് തന്നെയാണ്. കോർപ്പറേഷൻ ഏരിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്ന വീട്. അപ്പോൾ നമുക്കൊരു 3 സെൻറ്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഫ്ലോർ പ്ലാനായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലോട്ട്. അപ്പോൾ നമ്മുടെ സൈഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് ഈ വീടിൻ്റെ കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള എലിവേഷനും കാര്യങ്ങളാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വട്ടിയൂർക്കാവിന് സമയം 3-ാം മൂട് കോർപ്പറേഷൻ ഏരിയയിൽ റെസിഡൻഷ്യൽ ഏരിയക്കകത്താണ് ഈ ഒരു വീട് വരുന്നത്. തൊട്ടടുത്തായിട്ട് നല്ല കടകളൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് കടയൊക്കെ ഉള്ള ഒരു വീടാണ്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വീട് നമുക്ക് എലിവേഷനൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു വീടിന് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റൊക്കെ നമുക്ക് എലിവേഷനിൽ ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. നമുക്കൊരു നല്ല അടിപൊളിയായിട്ടുള്ള സ്ലൈഡിങ് ഗേറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടേജിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ എൻട്രൻസ് നമുക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 2 സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടേജ് വരുന്നത്. ആ കാണുന്നത് നമുക്ക് സ്ലൈഡിങ് ഗേറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് കിടക്കാം. കോമ്പൗണ്ടിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് സൈഡിലുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്നതാണ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫ്രണ്ടേജ് ആണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ഡോർ നമുക്ക് 2 പാളിയുള്ള മെയിൻ ഡോറാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ ഇൻറ്റീരിയർ ഭാഗം നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ TV യൂണിറ്റ് ഏരിയ നമുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് പെയിൻറ്റും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൽ നമുക്ക് നല്ല മനോഹരമായൊരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്ക് ചെയ്തേക്കുന്നതും. എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. സൈഡിലും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടൈലും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് നമുക്ക് വരുന്നത്. 12x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് സ്പേസ് വരുന്നത്. അപ്പോൾ നല്ല ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ തന്നെ വരുന്നുണ്ട്. വുഡൻ ഫിനിഷ് വരുന്ന നല്ല പാനൽ വർക്കും കാര്യങ്ങളാണ് ഫോൾ സീലിംഗ് നമുക്ക് ചെയ്തിട്ടുള്ള. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. 16x8 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡലാണ് ഫോൾ സീലിംഗ് വർക്ക് വരുന്നത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആർക്കും കാണാത്ത രീതിയിൽ തന്നെയാണ് നമുക്കൊരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലോട്ടിംഗ് മോഡൽ ഡിസൈനാണ് വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് സെറ്റാക്കിയിട്ടുള്ളത്. നല്ല ടെക്സ്ചർ വർക്ക് വരുന്ന ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നല്ല മനോഹരമായ രീതിയിൽ ഒരു വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്മാർട്ട് മിററും വെച്ചാണ് നമുക്കിവിടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. നേരെ നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയൊരു കിച്ചൺ നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കളർ തീമും ഉൾപ്പെടെ നമ്മൾ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിച്ചണാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈ ഒരു കുഞ്ഞു സ്പേസ് പോലെ നമുക്ക് അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്താണ് ഈ ഒരു കിച്ചണെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല മോഡേൺ രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തേക്കുന്നതും. ഒരു ചിമ്മിനി ഉൾപ്പെടെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. താഴെ മുകളിലായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു കിച്ചണാണ് നമുക്കിവിടെ വരുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് മുകളിലും താഴെയുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്.
അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റൂം സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് യൂസാക്കി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു വാൾ റൂഫ്സ് ഓൾറെഡി നമുക്കിവിടെ ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനും കൊടുത്താണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സീലിംഗ് ഫാൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ്, ഗ്രിപ്പായിട്ടുള്ള ടൈൽസും കാര്യങ്ങളും ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ ഈ ഒരു ഡിസൈനിലെ ഹാൻഡിൽസ് ആണ് ചെയ്തേക്കുന്നത്. ഫുൾ സ്റ്റീലാണ്. അത് അതിൻ്റെ മുകളിൽ നമുക്ക് വുഡ് വർക്കിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫർഗോള മോഡലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഏരിയ കവറപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പകൽ സമയത്തൊക്കെ നമുക്ക് വീടിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെ സൺലൈറ്റും കാര്യങ്ങളൊക്കെ വീടിനകത്ത് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. സ്റ്റെയർ ഏറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് എത്തുന്നു. അപ്പോഴത്തേക്കും ഈ ഒരു സ്റ്റെയർ ഏറി നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ സ്പേസ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഉള്ളത്. ഈ കാണുന്നതാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള പ്രീമിയം വർക്കും കാര്യങ്ങളും ടെക്സ്ചർ ഉൾപ്പെടെ വരുന്ന നല്ല മനോഹരമായ ഒരു വർക്ക് ചെയ്തുകൊണ്ട് അതിൽ ഒരു ബോർഡ് വർക്ക്, അതിൽ നമുക്ക് ഒരു GM ബോർഡും കാര്യങ്ങളും വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര വലിയ TV ആയാലും നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് അവിടെ ഉണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ വുഡൻ പാറ്റേൺ വന്ന പാനൽ വർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ഫോൾ സീലിംഗ് എല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 16x14 ഡയമെൻഷനാണ് നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് വരുന്നത്. അവിടെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ബാൽക്കണിയും അതുപോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ തുറന്നിട്ടതിന് ശേഷം വരുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇതുവഴിയാണ് നമുക്ക് ടെറസിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂം ഒക്കെ വരുന്നുണ്ട്. ടോട്ടലി നമുക്ക് ഈ ഒരു വീട് 3 ബെഡ്റൂമിൻ്റെയാണ്. 3 സെൻറ്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ നമുക്ക് ഈ റൂം സൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു ഇൻബിൽഡായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗിലാണ് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബെഡ് സ്പേസ് വരുന്നിടത്താണ് ഈ ഒരു ഫോൾ സീലിംഗ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും നമുക്ക് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്ക് ഫോൾ സീലിംഗ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ ഉണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇച്ചിരി നമുക്ക് ലെങ്തി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമുക്ക് 12x12 ഡയമെൻഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ എല്ലാ റൂംസിലും ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് യൂസ് ആക്കിയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഒരു വാൾ റൂഫ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വാൾ റൂഫ്സിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങൾ ചെയ്ത ഒരു വാൾ ആർട്ടാണ്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് എല്ലാം തന്നെ സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് ചെയ്തേക്കുന്നത്. ഈ കാണുന്നത് നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. എല്ലാ റൂംസിലും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള പോലെ സ്പേസും കാര്യങ്ങളും ഈ ഒരു ബാത്റൂമിലും വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആയിട്ട് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഈ ഒരു ബാൽക്കണിയിലോട്ട് പോവാം. ചെറിയൊരു നല്ല ട്രയാങ്കിൾ ഷേപ്പിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു ചുമര് മുഴുവൻ നമുക്ക് 3D ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു
ഇതൊക്കെ കൊടുത്ത് ടൈലും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാൽക്കണിയുടെ ഒരു ചുമരാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഗ്രിപ്ഡ് ആയിട്ടുള്ള ഒരു ടൈലും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽസും കാര്യങ്ങളും യൂസ് ചെയ്താണ് ഈ ഒരു ബാൽക്കണി ഡിസൈൻ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലെ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സൈഡിൽ മൂന്നാമൂട് എന്നുള്ള സ്ഥലത്ത് നമുക്ക് കോർപ്പറേഷൻ ഏരിയയിൽ റെസിഡൻഷ്യൽ ഏരിയ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. 3 സെൻറ്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെറും 65 ലക്ഷമാണ് നമുക്ക് ചോദ്യം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രൈസ് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോം ലോൺസും കാര്യങ്ങളും എന്തെങ്കിലും ആവശ്യമാണ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക.